നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളുമായും ക്ഷേത്ര ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, മറ്റു പൂജകൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ എന്നിവ പങ്കുവയ്ക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ജനുവരി മാസം 25-ാം തീയതി ശനിയാഴ്ച ഏകാദശി ദിവസം ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നാരായണീയ ഹോമം നടക്കുകയാണ്. നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ തൻ്റെ വാതരോഗം മാറുന്നതിനായിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിലിരുന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച് 100 ദിവസങ്ങളെ കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള നാരായണീയം പൂർണ്ണമായും ഹോമിക്കുകയാണ്. ഹോമകുണ്ഡത്തിൽ ഗുരുവായൂരപ്പനെ പൂജിച്ച് ആ ഹോമകുണ്ഡത്തിലേക്ക് നാരായണീയം പൂർണ്ണമായും ഓരോ അധ്യായവും പ്രത്യേകം ഹോമിക്കുകയാണ്. അപ്പോൾ ഇതിനു പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോകളിലും അതുപോലെ തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളിൽ, നോട്ടുകളിലൊക്കെ ശനിദോഷ നിവാരണത്തിന് നാരായണീയ ജപം, ഗുരുവായൂരപ്പ ഭജനവും വളരെ ഫലപ്രദമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു, ശനിദോഷം മാറുന്നതിന് എങ്ങനെയാണ് നാരായണീയം സഹായിക്കുന്നത്, എങ്ങനെയാണ് ഗുരുവായൂരപ്പ ഭജനം സഹായിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയത്തിന് ഒരു വിശദീകരണം നൽകുകയാണ് ഇവിടെ. നമ്മളിവിടെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ണ്ട്. നവഗ്രഹങ്ങൾ എന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ളൊരു ഒരു ഏരിയയാണ്. എത്രയോ തരത്തിലുള്ള ആരാധനകളും എത്രയോ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും നവഗ്രഹങ്ങളായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ തീരുന്നതിനും നവഗ്രഹങ്ങളുടെ ഗുണങ്ങൾ കിട്ടുന്നതിനും ഒരുപാട് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ പുറത്താണ് അത്തരം കാര്യങ്ങളുള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് നവഗ്രഹങ്ങളെ നേരിട്ട് പൂജിക്കൽ കുറവാണ്, നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും പ്രത്യേകം ഓരോ ദേവന്മാരെ ഭജിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ അനുഗ്രഹത്തിന് ശിവനെ, ചന്ദ്രനാണെങ്കിൽ ദുർഗ, ചൊവ്വയാണെങ്കിൽ ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ബുധന് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ മുതലായവർ, വ്യാഴത്തിനാണെങ്കിൽ മഹാവിഷ്ണു, അതുപോലെ തന്നെ ശുക്രനാണെങ്കിൽ മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി മുതലായ ദേവതകൾ. ശനിദോഷം തീരാനായിട്ട് കേരള സമ്പ്രദായത്തിൽ ശാസ്താവിനെയാണ് ഭജിക്കാൻ പറയുന്നത്, അയ്യപ്പസ്വാമി. അതേസമയത്ത് വടക്കേന്ത്യയിൽ ഹനുമാൻ ഭജനാണ് പറയുന്നത്. രാഹുവിന് സർപ്പങ്ങൾ, കേതുവിന് ഗണപതി, ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവിമാർ, എങ്ങനെയാണ് സമ്പ്രദായം. അപ്പോൾ ഇതാണ് കേരളത്തിൽ പണ്ട് മുതലേ വരുന്ന ഒരു സമ്പ്രദായം. പിന്നെ നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമമൊക്കെ ഉണ്ട്, ഗ്രഹശാന്തി എന്നുള്ള പേരിൽ. അല്ലാതെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗോളം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളെയും, ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും 9 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓരോ ഗ്രഹവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുമായി ബന്ധമുണ്ട്. അതിന് കാരകത്വം എന്നാണ് പറയുക. ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിന് കാരകത്വം, ഇംഗ്ലീഷിൽ അതിന് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാമെന്നുണ്ടെങ്കിലും റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഒരു വാക്കുകൊണ്ട് അതിനെ മുഴുവൻ പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. അതായത് ഒരു ഗ്രഹം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ കാര്യങ്ങൾ, ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ 9 ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ അതിൽ ശനിയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ സൂര്യൻ, അച്ഛൻ സൂര്യനുമായിട്ടാണ് ബന്ധം, അമ്മയ്ക്ക് ചന്ദ്രനുമായിട്ടാണ് ബന്ധം, ജലം ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഓരോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്താനങ്ങളും ഒക്കെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശനി എന്ന് പറയുന്നത് ശനിയെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട്. വായു, പഞ്ചഭൂതങ്ങളിൽ വായു, വെള്ളം, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം. അതിൽ വായുവിനെ ചിന്തിക്കുന്നത് ശനിയെ കൊണ്ടാണ്, അല്ലെങ്കിൽ വായു തന്നെയാണ് ശനി. നമ്മളെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ പ്രാണവായു, നമ്മുടെ ജീവൻ നമുക്ക് ശ്വസിക്കാൻ നമ്മൾ ആ പ്രാണവായു ശനി. അതുപോലെ തന്നെ പേശികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടാണ് പറഞ്ഞാൽ ശനിയെ. വാദത്തെ ഏറ്റവും പ്രധാനമാണ് തൈലം കിട്ടിയിട്ടുള്ളത്. തൈലം, നല്ലെണ്ണ എന്ന് പറയുന്നത് ശനിയുടെ സാന്നിധ്യമുള്ള ഒരു ധാന്യമാണ്. നവധാന്യങ്ങളിൽ ഓരോ ധാന്യങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്, ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. ധാന്യങ്ങളിൽ മാത്രമല്ല, ധാന്യങ്ങളിൽ, പുഷ്പങ്ങളിൽ, ഔഷധങ്ങളിൽ, ചെടികളിൽ, മൃഗങ്ങളിൽ, പക്ഷികളിൽ, എല്ലാറ്റിലും നവഗ്രഹങ്ങളുടെ സ്വാധീനവും നവഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നവഗ്രഹങ്ങളെ നമ്മൾ നേരിട്ട് പൂജിക്കണം, ആരാധിക്കണം എന്നില്ല. ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആരാധിച്ചാലും മതി.
ഇപ്പോൾ വ്യാഴത്തിൻ്റെ പ്രസാദത്തിന് ആലിനെ പ്രദക്ഷിണം വയ്ക്കാം, അതുപോലെ തന്നെ ഗുരുവിനെ നമ്മൾ വന്ദിക്കാം, വ്യാഴത്തിൻ്റെ ധാന്യമായിട്ടുള്ള കടല ഉപയോഗിക്കാം, മഞ്ഞ പുഷ്പങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, മഞ്ഞ വസ്ത്രം ധരിക്കാം, അതുപോലെ തന്നെ പശുവിനെ പൂജിക്കാം. നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ശനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എള്ള് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എള്ളിൽ നവധാന്യങ്ങളിൽ ഓരോന്നിലും ഓരോ ദേവന്മാരുടെ ഓരോ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ എള്ളിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് ശനിയുടെ സാന്നിധ്യമുള്ള ധാന്യമാണ് എള്ള്. ശനിയുടെ സഹോദരനാണ് കാലൻ, യമാഗ്രജം, രവിപുത്രം യമാഗ്രജം, സൂര്യൻ്റെ പുത്രനായിട്ടുള്ള രണ്ട് പേരാണ്, സൂര്യൻ്റെ പുത്രന്മാരാണ് ശനിയും അതുപോലെ തന്നെ യമനും. യമൻ്റെ സാന്നിധ്യം അഥവാ കാലൻ്റെ സാന്നിധ്യം എള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാലനുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ബലികർമ്മങ്ങൾക്ക് എള്ള് നിർബന്ധമാണ്, ശനിദോഷത്തിന് എള്ള് നിർബന്ധമാണ്. ആ ശനിദോഷത്തിൻ്റെ പറയുന്ന എള്ളിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയാണ് ശനിയുടെ കാരണങ്ങളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന വാതരോഗത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗ്രഹമെന്ന് മാത്രമല്ല, വാദമുണ്ടാക്കുന്ന, വാദം എന്നുള്ളതിന് വായു എന്നും അർത്ഥമുണ്ട്, വാദം എന്നുള്ളതിന് നമ്മൾ വായു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ വാദമുണ്ടാക്കുന്ന ഗ്രഹം ശനിയാണ്. വാദം ശനിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വായു എന്ന് പറഞ്ഞാൽ ശനിയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ശനിയുമായി ബന്ധപ്പെട്ട് ശനിയുടെ ഒരുപാട് പ്രത്യേകതകളും ഗുണങ്ങളും പറയാനുണ്ട്. ശനി നമ്മൾ പേടിക്കേണ്ട ഗ്രഹമാണെങ്കിലും ശനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ നമ്മളെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശനിയും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള ബന്ധം, അതൊക്കെ ശനിയും നീരാഞ്ജനവും തമ്മിലുള്ള ബന്ധം, ശബരിമല യാത്രയും ശനിയും തമ്മിലുള്ള ബന്ധം വളരെ വിപുലമായൊരു സബ്ജക്റ്റാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. ഇനി നമുക്ക് നാരായണീയത്തിലേക്കും ഗുരുവായൂരപ്പനിലേക്കും വരാം. അപ്പോൾ ശനി തന്നെയാണ് വായു, ശനി തന്നെയാണ് വാദം. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നവഗ്രഹങ്ങളിൽ നമ്മളിവിടെ നാരായണീയത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനെയാണ് ഇതിൽ പ്രാർത്ഥിക്കുന്നത്. കേവലം കൃഷ്ണൻ എന്നുള്ള ആളെയല്ല, കൃഷ്ണൻ എന്നുള്ള ഒരു ദേവനെയല്ല, ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പനെ. ഓരോ ദേവനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൽ ഗുരുവായൂരിലുള്ള ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുവായിട്ടുള്ള വായു തന്നെയാണ് ശനി. ആ ശനിയും അതായത് ഗുരുവിൻ്റെ, വ്യാഴത്തിൻ്റെയും ശനിയുടെയും സാന്നിധ്യമുള്ള ദേവനാണ് ഗുരുവായൂരപ്പൻ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്നാണ് അതിസംബോധന. നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ കഴിഞ്ഞാൽ മുഴുവൻ വാതരോഗം മാറ്റി തരാനുള്ള അഭ്യർത്ഥനയാണ്. അതിൽ ഓരോന്നിലും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം ഗുരുവായൂരപ്പൻ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ഗുരുഭവനപുരേ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നമ്മൾ നാരായണീയം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും മേൽപ്പത്തൂർ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗുരു എന്നുള്ള ആ ഒരു പദം വളരെ കുറച്ചാണ്. അതേസമയത്ത് വായുവിനെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. വായുവിൻ്റെ പര്യായങ്ങളാണ് മാരുതി, അതുപോലെ തന്നെ മാരുതൻ, പവനൻ, ഇതൊക്കെ വായുവിൻ്റെ പര്യായങ്ങളാണ്. ഇപ്പോൾ മരുതാകാരനാഥ, മരുതപുരേശ, മരുത്പുരാധിപ, മാരുതപുരേശ, മരുതാലയേശ, മരുത്പുരീ നിലയ, മാരുതഗേഹനാഥ, മാരുതഗേഹാധീശ, മരുത്പുരപദേ, ഇങ്ങനെ ഒരുപാട് ഈ മാരുദേശ, മരുത്പുരി നിലയ ഒക്കെ വായുവിനെ ചേർത്തിട്ടാണ് ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പവനപുരേശ, പവനേശ, പവനാധിപ, പവനേശ്വര, പവനപുരവാസിൻ, പവനാലയേശ, ഇങ്ങനെ പവനപുരപദേ, ഇങ്ങനെ പവനൻ അല്ലെങ്കിൽ വായുവിൻ്റെ മറ്റൊരു പര്യായമായിട്ടുള്ള പവനൻ എന്ന് ചേർത്തിട്ടാണ് ഗുരുവായൂരപ്പനെ കൂടുതലായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു തരത്തിൽ ധാരാളമായിട്ട് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് വാതാലയേശ, വാദപുരനാഥ, വാതാലയപദേ, വാതാലയനാഥ, വാതനാഥ, അതുപോലെ തന്നെ വാതേശ, വാതനികേതനാഥ, വാതഗേഹാദിനാഥ, ഇങ്ങനെ വാദപുരേശ. അപ്പോൾ മേൽപ്പത്തൂർ ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ നാരായണീയത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വായുവിൻ്റെ പര്യായങ്ങളായിട്ടുള്ള വായുവിൻ്റെ പര്യായങ്ങളായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഗുരുവായൂരപ്പനെ കൂടുതലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വായു തന്നെയാണ് ശനി, വാദം തന്നെയാണ് ശനി. വാതാലയേശ, മരുത്പുരപദേ, പവനേശ, നമ്മൾ നാരായണീയം വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഗുരു എന്നുള്ള പ്രയോഗം വളരെ കുറച്ചാണ്. അപ്പോൾ ഈ വായു തന്നെയാണ് വാദം, ആ വാദം തന്നെയാണ് അസുഖം, അത് തന്നെയാണ് ശനി. അപ്പോൾ ആ ശനിപ്പീഡ മൂലം തനിക്ക് വന്നിട്ടുള്ള ഈ വാദം മാറ്റിത്തരണേ എന്ന് ആരോടാണ് അഭ്യർത്ഥിക്കുന്നത്? വാതാലയേശൻ, വാദത്തിൻ്റെ ആലയം, വാദത്തിൻ്റെ നാഥനായിട്ടുള്ള ഈശ്വരനാണ് സാക്ഷാൽ ഗുരുപവനേശ്വരൻ, ഗുരുവായൂരപ്പൻ. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം, വായു എന്ന് പറഞ്ഞാൽ ശനി. അപ്പോൾ വ്യാഴവും ശനിയും കൂടി പ്രതിഷ്ഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വ്യാഴവും ശനിയും ചേർന്ന് നിൽക്കുന്ന സാന്നിധ്യമാണ് ഗുരുവായൂരപ്പൻ്റെ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ ശരിക്കും വാതാലയേശൻ തന്നെയാണ്, ശനിയുടെ ഈശ്വരനാണ്. പവനൻ അതായത് വായുവിൻ്റെ ഈശ്വരനാണ്, വാദത്തിൻ്റെ ഈശ്വരനാണ്, വാദനാഥനാണ്. ശനിയുടെ
ശനിയുടെ ഈശ്വരൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനാണ് ശനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശനിയുടെ അധിപനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ ശനിദോഷം തീരാനായിട്ട്, ആ ശനിയുടെ ദോഷം കൊണ്ടാണ് നമുക്ക് വാതരോഗം വരുന്നത്, രോഗം വരുന്നത്. ശനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഗ്രഹം. എല്ലാവർക്കും അറിയാം, ശനിപീഠ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ശനിയുടെ ദോഷം തീരുന്നതിന് ഗുരുവായൂരപ്പ ഭജനം വളരെയധികം ഉപകാരം ചെയ്യും, ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നാരായണീയത്തിൽ പൂർണ്ണമായിട്ടും പറഞ്ഞു, ഈ ഗുരുവായൂരപ്പനെയാണ് അതിൽ വഹിച്ചിരിക്കുന്നത്. പവനൻ, മാരുതി, അതുപോലെ തന്നെ വായു, വാതം എന്നീ വാക്കുകളാണ് അതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ശനിയുടെ സാന്നിധ്യമുള്ളതാണ്, ഒക്കെ ശനി തന്നെയാണ്. അപ്പോൾ ശനിയുടെ ദോഷം തീരാനായിട്ട് ശനിയുടെ അധിപനായിട്ടുള്ള ഗുരുവായൂരപ്പനെയാണ് മേൽപ്പത്തൂർ ഭജിക്കുന്നത്. ആ മേൽപ്പത്തൂർ എൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ നമ്മളത് ജപിക്കുമ്പോൾ നമ്മുടെ ശനിദോഷം തീരണേ, നമ്മുടെ അസുഖം തീരണേ, നമ്മുടെ ദുരിതം തീരണേ, നമ്മുടെ ശനിപ്പിഴ തീരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പ ഭജനം എന്നുള്ളത് ശനിദോഷം തീരുന്നതിന് വളരെയധികം ഗുണം ചെയ്യും. മാത്രമല്ല, കേരളത്തിൻ്റെ സ്വന്തം ഈശ്വരന്മാർ രണ്ടാൾക്കാരാണ്, ഒന്ന് ഗുരുവായൂരപ്പനും ഒന്ന് അയ്യപ്പനും. നമ്മൾ ഏത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പ എന്നേ നമ്മുടെ മനസ്സിൽ വരും, സ്വാമി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പ എന്നേ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പൻ കേരളത്തിൻ്റെ സ്വന്തമായ ഒരു ഈശ്വരനാണ്. മാത്രമല്ല, കേരള ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത, ജാതകമൊക്കെ എഴുതുമ്പോൾ ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ 2 ഗ്രഹങ്ങളാണ്, ഒന്ന് വ്യാഴവും ഒന്ന് ശനിയും. ഈ വ്യാഴവും ശനിയും കൂടി ചേരുന്നതാണ് ഗുരുവായൂർ. ഗുരുവും ബൃഹസ്പതിയായിട്ടുള്ള വ്യാഴവും വായുവായിട്ടുള്ള ശനിയും കൂടി ചേരുന്നതാണ് ഗുരുവായൂരപ്പ സങ്കല്പം. ഈ ഗുരുവായൂരപ്പ സങ്കല്പം കേരള ജ്യോതിഷത്തിൽ വരുന്നുണ്ട്. കേരള ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത, ജാതകമൊക്കെ എഴുതുമ്പോൾ മകര ശനി, മീന വ്യാഴം അങ്ങനെ പറയാറുണ്ട്. അതായത് ഒരാളുടെ ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കണു, ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് തന്നെ അയാളുടെ ജാതകത്തിൽ പകുതി കാര്യങ്ങൾ പറയാൻ പറ്റും. ശനിയുടെ സ്ഥാനവും വ്യാഴത്തിൻ്റെ സ്ഥാനവും എവിടെയാണ് നിൽക്കണമെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഗുണം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ശനിയും വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും. അതായത് ശനിയും വ്യാഴവും അത്ര ശക്തമായ ഗ്രഹങ്ങളാണ്. ഈ ശനിയും വ്യാഴവും കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനമാണ് സാക്ഷാൽ ഗുരുവായൂർ. അതുകൊണ്ടാണ് കേരള ജ്യോതിഷത്തിൽ കൂടി, കേരള ജ്യോതിഷം നമുക്കറിയാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗഹനമായിട്ടുള്ളൊരു പദ്ധതിയാണ് കേരള ജ്യോതിഷം. ആ കേരള ജ്യോതിഷത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്നാൽ വായുവിൻ്റെ, പിന്നെ ഗുരുവും വായുവും തമ്മിൽ വളരെയധികം ബന്ധങ്ങൾ വേറെയുണ്ട്, അത് മറ്റൊരു അവസരത്തിൽ പറയാം, ഗുരുവും ശനിയും തമ്മിൽ. അപ്പോൾ അവിടെ ആ ഗുരുവായൂരപ്പൻ്റെ ഭജനം ശനിദോഷത്തിന് ഉത്തമമാണ്. അതായത് വായു തന്നെയാണ് ശനി എന്ന് മനസ്സിലാക്കുക, വാദം തന്നെയാണ് ശനി, പവനൻ തന്നെയാണ് ശനി. ആ വായുവായിട്ടുള്ള, പവനനായിട്ടുള്ള, വാതാലയേശനായിട്ടുള്ള ആ ശനിയുടെ അധിപനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഭജിക്കുക. അതിനുവേണ്ടി എഴുതപ്പെട്ടിട്ട് പാരായണം, വാതരോഗം അല്ലെങ്കിൽ വാദമാകുന്ന, ഇവിടെ നമ്മൾ വാദം എന്ന് പറഞ്ഞാൽ വെറും ശരീരത്തിൻ്റെ വാദം മാത്രമല്ല, ശനിയുടെ ദോഷം, അതുപോലെ തന്നെ ആ വാദമാകുന്ന വായുവാകുന്ന ശനിയുടെ ദോഷം, പവനനാകുന്ന ശനിയുടെ ദോഷം, ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നമ്മളെ രക്ഷിക്കുന്ന ആളാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത്. ഓരോ ദിവസവും അവിടുത്തെ തിരക്ക് കൂടി വരികയാണ്. നാരായണീയത്തിൻ്റെ പ്രസക്തിയും ഓരോ ദിവസവും കൂടി വരികയാണ്. അപ്പോൾ ആ നാരായണീയത്തിനെ ജപിച്ചുകൊണ്ട്, നാരായണീയത്തിനെ ഭജിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സേവിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പൻ പ്രത്യേകം പറയുകയാണ്, ഗുരുവായൂരപ്പനെ സേവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശനിദോഷത്തിൽ നിന്നും നിവാരണം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തിരുത്താണ്ടെങ്കിൽ തിരുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ഇനിയും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അയ്യപ്പസ്വാമിയായിട്ടും ശനിദോഷമായിട്ടും ഹനുമാനായിട്ടും, ഹനുമാൻ്റെ കാര്യം കൂടി പറയാം. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വായുപുത്രനാണ്. വായു തന്നെയാണ് ശനി. ആ വായുപുത്രനായിട്ടുള്ള ഹനുമാനെ ഭജിക്കാനാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഹനുമാൻ ഭജനാണ് ശനിദോഷത്തിന് പ്രധാനമായിട്ട് പറയുന്നത്. ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാനനമായി ബന്ധപ്പെട്ട ദേവതകളാണ് ശനിദോഷം തീരാനായിട്ട് കൂടുതലായിട്ട് ഭജിക്കേണ്ടത്. ഹനുമാൻ കാനനവാസിയാണ്, അയ്യപ്പസ്വാമി കാനനവാസിയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഗുരുവായൂരപ്പ ഭജനം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഗുരുവായൂരപ്പ ഭജനവും അയ്യപ്പ ഭജനവും ഒരുപോലെ ശനിദോഷത്തിന് ഉത്തമമാണ്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. നാരായണീയ ഭജനം, ഗുരുവായൂരപ്പ ഭജനം ചെയ്ത് ശനിദോഷം തീരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകളായി മറ്റൊരു വീഡിയോകളിൽ പറയുന്നതാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. നമസ്കാരം.